മനസ്സിൽ കൃഷി എന്ന സ്വപ്നം മുട്ടിട്ട ഏതൊരാൾക്കും മറ്റൊരു ജോലി ചെയ്താൽ മനസ്സംതൃപ്തി കിട്ടില്ല. അതിനുദാഹരണമാണ് ജോസ്. ഗൾഫിൽ പ്രവാസ ജീവിതം നയിച്ചിരുന്ന ജോസ് അത് മതിയാക്കി കൃഷി എന്ന തന്റെ സ്വപ്നത്തിലേക്ക് തിരികെ വരികയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിനടുത്തുള്ള ചെക്കിടിയിലാണ് ജോസിന്റെ വീട്. സ്വന്തമായി 1 ഏക്കറോളം ഭൂമിയുള്ള ജോസും ഭാര്യ ജാസ്മിനും ചേർന്ന് ഇവിടെ വിവിധ തരം കൃഷികൾ ചെയ്യും. മുൻപ് കന്നുകാലി വളർത്തലിൽ ശ്രദ്ധയൂന്നിയിരുന്ന ഇവർ ഇപ്പോൾ പ്രധാനമായും ഇറച്ചിക്കോഴി വളർത്തലാണ് ചെയ്യുന്നത്. കൂടാതെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ചേമ്പ്, പയർ, കോവൽ, പാവൽ, വഴുതനങ്ങ, വെണ്ട, തക്കാളി, മുളക്, ചീര മുതലായവയും കൃഷി ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇവിടെ 1 ഏക്കറിനകത്തുള്ള സ്ഥലമുണ്ട്. ഞങ്ങളുടെ ആവശ്യത്തിന് പച്ചക്കറിയെല്ലാം ഇതിൽ നിന്നാണ് എടുക്കുന്നത്. ഞാൻ ആദ്യം ഗൾഫിലായിരുന്നു. ഗൾഫിൽ കൺസ്ട്രക്ഷൻ വർക്കായിരുന്നു. അവിടെ നിന്ന് കുറച്ച് കാലം ഇരുന്നിട്ട് വന്നിട്ട് ഇവിടെ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൻ്റെ വർക്ക് ഇവിടെ ചെയ്ത് കുറേ കാലം ചെയ്ത് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് മടുത്തു പോയതിന് ശേഷമായിട്ട് ഇവിടെ ഇപ്പോൾ കൃഷിയാണ്. ആദ്യ നാളിൽ കുറേ 10-15 പശു ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് കോഴി, പിന്നെ മരിച്ചിനി കൃഷി, ബാക്കിയുള്ള രീതിയിൽ നടത്തിപ്പോവുകയാണ്. ഞാനും ഭാര്യയും മക്കളുമാണ് ഈ തൊഴിൽ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ ജീവിതം കൺസ്ട്രക്ഷൻ വർക്കിലോട്ട് ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പോൾ കൃഷിയിലേക്ക് നീങ്ങി ലാഭമുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു പ്രതിസന്ധി കാലാവസ്ഥയായാലും വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 40 രൂപ നിരക്കിലാണ് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുന്നത്. ഷെഡ് കെട്ടിത്തിരിച്ചാണ് കോഴികളെ വളർത്തുന്നത്. കുഞ്ഞുങ്ങൾക്ക് കൃത്രിമ ചൂട് നൽകുവാൻ ബൾബിന്റെ പ്രകാശവും തീറ്റയും വെള്ളവും നൽകുവാനായി പാത്രങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ ഗ്ലൂക്കോസ് ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് 7 ദിവസം കഴിഞ്ഞ് 1ാമത്തെ പ്രതിരോധ മരുന്ന് നൽകുന്നു. കണ്ണിലും മൂക്കിലുമായി നൽകുന്ന മരുന്ന് ജാസ്മിനും മക്കൾ ഫ്രീഡയും ഫ്രെഡിയും ചേർന്നാണ് നൽകുന്നത്. 7 ദിവസം കഴിഞ്ഞ് 2ാം ഘട്ട പ്രതിരോധ മരുന്നും നൽകുന്നു. പിന്നീട് 10 ദിവസത്തിന് ശേഷം അവസാന ഘട്ട മരുന്ന് നൽകുന്നു. വെള്ളവും തീറ്റയും ആവശ്യത്തിന് നൽകിയാൽ 45 ദിവസമാകുമ്പോൾ വിൽക്കുവാൻ പാകത്തിൽ ഒരു കോഴിക്ക് ഏകദേശം 2 മുതൽ 2.5 കിലോയോളം തൂക്കം വരും. അലങ്കാരത്തിനും വിൽപ്പനയ്ക്കുമായി ഇവിടെ വിവിധതരം ഫാൻസി കോഴികളെയും ജാസ്മിൻ വളർത്തുന്നുണ്ട്. കരിങ്കോഴി, ഗിനിക്കോഴി, സിൽക്കി കോഴി, വാത്ത, വിഗോവ, പോരുകോഴി, നാടൻ കോഴി തുടങ്ങിയവ ഇവരുടെ ശേഖരത്തിലുണ്ട്. മുൻപ് അധ്യാപികയായി ജോലി ചെയ്തിരുന്ന ജാസ്മിൻ പിന്നീട് കുട്ടികളെ നോക്കുവാൻ വേണ്ടി ജോലി ഉപേക്ഷിക്കുകയായിരുന്നു. കർഷക കുടുംബത്തിൽ നിന്നും വന്ന ജാസ്മിൻ കൃഷി ചെയ്യാൻ അതീവ തൽപരയായിരുന്നു. അങ്ങനെയാണ് വീട്ടിൽ കൃഷി ആരംഭിച്ചത്. കൃഷിക്കൊപ്പം തന്നെ തിരുവനന്തപുരം സഹകരണ സംഘത്തിൽ ജോലിയും നോക്കുന്നു. ഞാനൊരു കർഷക കുടുംബത്തിലാണെങ്കിലും എൻ്റെ പപ്പയും അമ്മയും റിട്ടയർഡ് ഉദ്യോഗസ്ഥരാണ്. അപ്പം ഞങ്ങൾക്ക് അവിടെ 1 ഏക്കറിൽ കൂടുതൽ വയൽ ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃഷിയുമായിട്ട് വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ മക്കളും. ഞാനിവിടെ കല്യാണം കഴിഞ്ഞുകൊണ്ട് വന്നതിന് ശേഷം എൻ്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞ് സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിക്കാൻ പോയി. അത് ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് പിന്നെ പഠിപ്പിക്കാൻ പോകാത്തൊരു സാഹചര്യം വന്നപ്പോൾ പിന്നെ ഞങ്ങൾ വീടുമായിട്ട് ഉള്ള ബന്ധത്തിലങ്ങ് ജീവിച്ചു. അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാതെ മക്കളെ വളർത്തി അങ്ങനെപ്പോഴാണ് കൃഷിയിലോട്ട് വീണ്ടും ഞാൻ ഇറങ്ങിയത്. എൻ്റെ കുഞ്ഞുകാലം മുതലേ അതായത് ഞങ്ങൾക്ക് വയലുണ്ട്, ഇഷ്ടംപോലെ വയൽ, നെല്ല്, മരച്ചിനി, വാഴ, മറ്റുള്ള ഇതര പച്ചക്കറികൾ, ഇങ്ങനെ എൻ്റെ പപ്പ കൃഷി ചെയ്യായിരുന്നു. പപ്പയും അമ്മയും, പപ്പയ്ക്ക് സ്കൂളിലാണ്, അമ്മയ്ക്ക് സർവേയിലായിരുന്നു ജോലി. എന്നാൽ എൻ്റെ പപ്പയും അമ്മയും റിട്ടയർഡ് ആയെങ്കിൽ ഇന്നും 1 ഏക്കറിലധികം പപ്പയും അമ്മയും കൃഷി ചെയ്യുന്നുണ്ട്.
വീട്ടിലുള്ള കൃഷി കൂടാതെ 2 ഏക്കറോളം ഭൂമി പാട്ടത്തിനെടുത്ത് കപ്പയും വാഴയും കൃഷി ചെയ്യുന്നു. ഞാലിപ്പൂവൻ, ഏത്തൻ, പാളയന്തോടൻ, കദളി, റോബസ്റ്റ തുടങ്ങിയ ഇനം വാഴകൾ ജോസ് കൃഷി ചെയ്യുന്നു. നല്ല വരുമാനം ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്ന് ജോസ് പറയുന്നു. ഞങ്ങൾക്ക് ഏതാണ്ട് 1 ഏക്കറോളം വസ്തുവുണ്ട്. അതിൽ ഞങ്ങൾ വാഴ, പുൽകൃഷി പോയിട്ട് ഞങ്ങൾക്കൊരു പശുഫാം ഉണ്ടായിരുന്നു, 20 പശു ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പുറത്തൊന്നും ആ കൂലിക്ക് ആളവശം ഞങ്ങൾ ജോലി ചെയ്യാതെ ഞാനും ഭർത്താവും മക്കളുമായിട്ടാണ് ജോലി ചെയ്യുന്നത്. അതിലല്പം നമുക്ക് ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് അതായത് വരുമാനം, അതായത് പശുവിൻ്റെ പല രോഗങ്ങളും, പാലിൻ്റെ കുറവും, തീറ്റയുടെ പ്രശ്നങ്ങൾ, തീറ്റ മാറി കൊടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ അങ്ങനെ വന്ന് പാല് കുറഞ്ഞത് കാരണം നമുക്ക് അത് പെട്ടെന്ന് കുറച്ച് പശുവിന് നഷ്ടമായി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അത് പശു കുറച്ചിട്ട് ഞങ്ങൾ കോഴി ഫാം തുടങ്ങി. ഞങ്ങൾ സ്വന്തമായിട്ട് 1500ഓളം കോഴിയോളം ഞങ്ങൾ ഇന്ന് വളർത്തി ഇറച്ചിക്ക് വിൽക്കുന്നുണ്ട്. ഞങ്ങൾ പുറത്തുനിന്ന് കോഴിയെ അതായത് ഏജൻസി മുഖാന്തരം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങളതിന് ആദ്യം 1 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞാണ് ഞങ്ങൾ എടുക്കുന്നത്. കൊണ്ടുവന്ന് 5 ദിവസം വരെ ഞങ്ങൾ ചെറു ചൂടുവെള്ളം അതിൽ ഗ്ലൂക്കോസ് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് 5 ദിവസം കഴിയുമ്പോൾ 7ൻ്റെ ആണ് നമ്മൾ ഫസ്റ്റ് വാക്സിൻ. ഞാനും മോളും കൂടെ ഓരോ ഡ്രോപ്പ് കണ്ണിലും മൂക്കിലും ഒഴിച്ചു കൊടുക്കും. അത് ഞാനും മോനുമാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞ് സെക്കൻഡ് വാക്സിൻ കൊടുക്കും. അതും കണ്ണിലും മൂക്കിലും ഓരോ ഡ്രോപ്സ് ഞാനും മോനും കൂടെ ചെയ്യും. അതിനുശേഷം 21ൻ്റെ അന്ന് തേർഡ് വാക്സിൻ പാലിൽ കലക്കി ഡ്രിങ്കറിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ ദിവസവും ഞങ്ങൾ ഈ ഡ്രിങ്കർ ക്ലീൻ ചെയ്യും. തീറ്റ പാത്രവും ഞങ്ങൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയാണ് സൂക്ഷിക്കുന്നത്. നമുക്ക് ഈ വാക്സിൻ എന്തെങ്കിലും അപാകത സംഭവിച്ചാൽ കോഴിക്ക് അതായത് വികലാംഗമോ ഡിസബിലിറ്റിയോ മറ്റുള്ള അസുഖങ്ങളോ വരും. അതുകൊണ്ട് നമ്മൾ അത്രത്തോളം സൂക്ഷ്മയോടെയാണ് ചെയ്യുന്നത്. കോഴിയിൽ കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞത് കോഴിക്കുഞ്ഞ് നമുക്ക് അതായത് സർക്കാരിൻ്റെ റേറ്റ് അനുസരിച്ച് ഒരു കോഴിക്കുഞ്ഞ് 16, 20, 25 രൂപയ്ക്ക് അകമാണെങ്കിൽ ഞങ്ങൾക്ക് ആ കോഴി വിൽക്കുമ്പോൾ 1 കിലോയ്ക്ക് 80 രൂപയിൽ കൂടുതൽ വിറ്റാൽ കിലോയിന്മേൽ ഞങ്ങൾക്ക് നല്ലതായിട്ട് ജോലിക്കൂലിയും ഞങ്ങൾക്ക് ലാഭവും കിട്ടുന്നുണ്ട്. അതിന് പുറമെ ഞങ്ങൾ കോഴിക്കുഞ്ഞ് റേറ്റ് കൂട്ടി എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള അതായത് 90 രൂപയിൽ കൂടുതൽ വില കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾക്ക് മുതൽ മുടക്ക് മാത്രം തന്നെ കിട്ടും, അല്ല വലിയ ലാഭം കിട്ടില്ല. എന്നാലും ഞങ്ങൾക്ക് ഏത് കാലാവസ്ഥയിലും മഴയായിരുന്നാലും വേനലായിരുന്നാലും ഞങ്ങളുടെ കൃഷി ഞങ്ങൾക്ക് സുഖമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല ലാഭമുണ്ട്. വീടിനോട് ചേർന്ന് തന്നെ ഒരു ഔഷധ സസ്യത്തോട്ടവും ഇവർ പരിപാലിക്കുന്നു. പനിക്കൂർക്ക, ആടലോടകം, വേപ്പ്, ചുണ്ട, മൃതസഞ്ജീവനി തുടങ്ങിയ ഔഷധങ്ങൾ ഇവിടെ വളരുന്നു. ഇവ കൂടാതെ വീട്ടാവശ്യത്തിനുള്ള തെങ്ങ്, പ്ലാവ്, ഫലവൃക്ഷങ്ങളായ മുട്ടപ്പഴം, റംബൂട്ടാൻ, മാവ് തുടങ്ങിയവയും ഇവിടെ യഥേഷ്ടം വളരുന്നു. ഇപ്പോൾ 3 പശുക്കൾ ഉള്ളതുകൊണ്ട് പാലിനും ക്ഷാമമില്ല. വീട്ടിലേക്കുള്ള ആവശ്യത്തിനെടുത്ത ശേഷം പുറത്തു കൊടുക്കാനുള്ള പാലും ലഭിക്കും. കൂടാതെ പശുവിന്റെ ചാണകവും കോഴിക്കാഷ്ടവും കൃഷിക്കായുള്ള ജൈവവളമായി ഉപയോഗിക്കുന്നു. പശുവിന് തീറ്റയ്ക്കായുള്ള തീറ്റപ്പുല്ലും ഇവിടെ വളർത്തുന്നുണ്ട്. ഞങ്ങൾ ജൈവകൃഷി ചെയ്യുന്നെങ്കിലും ഞങ്ങളുടെ
ഞങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങളുടെ പശുവിൻ്റെ ചാണകം, കോഴിക്കാഷ്ടം ഇതൊക്കെയാണ് ഞങ്ങൾ ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ വസ്തുവിൽ ഞങ്ങൾക്ക് തെങ്ങുണ്ട്, നാളികേരം ഞങ്ങൾക്ക് അത്യാവശ്യം എല്ലായിടും മണ്ടരി പിടിച്ച് നഷ്ടം വന്നുവെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. നാളികേരമുണ്ട്, വാഴയുണ്ട്, മരച്ചീനിയുണ്ട്, ചേമ്പ്, ചേന, മറ്റ് വെറൈറ്റി കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ജൈവ കൃഷിയാണ്. അതിന് പുറമെ ഞങ്ങൾക്ക് നാടൻ കോഴി ഉണ്ട്. നാടൻ കോഴിയുടെ മുട്ടയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ അതിന് കൊടുക്കുന്ന ആഹാരവും നാടൻ ഫുഡാണ്. ഞങ്ങൾ മറ്റുള്ള തീറ്റകളൊന്നും വാങ്ങിക്കൊടുക്കാറില്ല. ജൈവ കൃഷി പോലെ തന്നെ ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നത് നാടൻ രീതിയിലുള്ള ഭക്ഷണ രീതികളാണ്. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് കൂടുതലും പച്ചക്കറി കൃഷി ചെയ്താണ് എടുക്കുന്നത്. ഞങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളവും കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഓരോ ദിവസവും ഓരോ വെറൈറ്റി ഇലകൾ ഇട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഉദാഹരണമായിട്ട് ഇന്ന് ചീലാന്തി ഇലയാണെങ്കിൽ നാളെ പേര ഇലയായിരിക്കും, അടുത്ത ദിവസം തുളസി ഇല ഇടും, അതിനടുത്ത ദിവസം ഞറുങ്ങണ ഇടും. ഇങ്ങനെ അത് പോയിട്ട് ഞങ്ങൾ ചുണ്ട കൃഷി ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ എല്ലാവരും പറയും ചുണ്ട എന്തോ മരുന്നല്ല, അഴുക്കാണെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ കൃഷി ചെയ്താണ് ചുണ്ട എടുക്കുന്നത്. കൃഷി ചെയ്ത് പല ആൾക്കാരും ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകും. ഞങ്ങൾ തോരൻ വയ്ക്കും, തീയൽ വയ്ക്കും, ഞങ്ങൾ പൊരിക്കും. പിന്നെ ഷുഗറിന് നല്ലതാണെന്ന് പറഞ്ഞ് പല ആൾക്കാരും പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പ്ലാവിലിട്ട് തിളപ്പിക്കും. പേരയില, കൊടങ്ങല, ചീലാന്തിയില, ഞറുങ്ങണം, തുളസിയില, മല്ലി, ഉലുവ, ജീരകം ഇതെല്ലാം ഞങ്ങൾ വാങ്ങി കഴുകി ഉണക്കി പൊടിച്ചാണ് ഞങ്ങൾ വെള്ളത്തിൽ ഇട്ട് കുടിക്കുന്നതും ഞങ്ങൾ അല്ലാതെ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതും. ഞങ്ങൾ അങ്ങനെയാണ് സാധാരണ വാങ്ങിയിട്ട് ഞങ്ങൾ അതുപോലെ പൊടിച്ചെടുക്കില്ല. അതിനെ വാങ്ങി കഴുകി ഉണക്കി വൃത്തിയാക്കി പൊടിച്ചാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് സാധാരണ ഏത് കാലാവസ്ഥ വന്നാലും എന്ത് അസുഖം വന്നാലും ഹോസ്പിറ്റലിൽ പോകാത്ത രീതിയിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള ഇലകളൊക്കെ ഇട്ട് കുടിക്കുന്നത് കാരണം രോഗപ്രതിരോധ ശേഷി ഞങ്ങൾ കൂടുതലുണ്ട്. മണലാരണ്യത്തിൽ നിന്നും കൃഷിഭൂമിയിലേക്ക് ഇറങ്ങിയ ജോസിന് അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. 2015-16 മികച്ച ക്ഷീര കർഷകനുള്ള പഞ്ചായത്തിന്റെ പുരസ്കാരം ജോസിനായിരുന്നു. അധ്വാനിക്കാനുള്ള മനസ്സും കൂട്ടായ പ്രവർത്തനവുമാണ് ജോസിന്റെയും ജാസ്മിന്റെയും ഈ സമ്മിശ്ര കൃഷിയുടെ വിജയത്തിനു പിന്നിൽ. ശരിയായി അധ്വാനിച്ചാൽ മണലാരണ്യത്തെക്കാൾ വരുമാനം ഇവിടെ നിന്നും ലഭിക്കാമെന്ന് കാണിച്ചു തരികയാണ് ജോസ്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। SCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और PVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൂട് മത്സ്യകൃഷിക്ക് പദ്ധതികൾ. വിഷുക്കണി വിപണിയുമായി കൃഷിവകുപ്പ്. GAP ക്ലസ്റ്ററുകൾക്ക് ധനസഹായം. കീടങ്ങൾക്കെതിരെ നിമവിര കടാവറുകൾ. വിശദമായ വാർത്തകളിലേക്ക്.
കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സംസ്ഥാനത്തെ കായലുകളിലും മറ്റ് ജലാശയങ്ങളിലും കൂട് മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതികൾ നടപ്പാക്കുന്നു. കരിമീൻ, തിലോപ്പിയ, കാളാഞ്ചി, ചെമ്പല്ലി, വറ്റ എന്നീ മത്സ്യങ്ങളെയാണ് കൃഷി ചെയ്യുക. 4 മീറ്റർ വീതം വീതിയും നീളവും ആഴവുമുള്ള കൂടുകൾ, വല, ഡ്രം എന്നിവയടക്കം സ്ഥാപിക്കാൻ 45,000 മുതൽ 50,000 രൂപ വരെ ചെലവ് വരും. ഒരു കൂട്ടിൽ തന്നെ കാളാഞ്ചിയും കരിമീനും ഒരേ സമയം വളർത്തുകയും ചെയ്യാം. ഒരു കൂട്ടിൽ 1000 വീതം കരിമീൻ, കാളാഞ്ചി കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാം. സംസ്ഥാനത്ത് ആദ്യമായി കൃഷിവകുപ്പ് വിഷു പച്ചക്കറി വിപണികൾ സംഘടിപ്പിക്കുന്നു. വിഷുക്കാലത്ത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ന്യായവില നൽകി നേരിട്ട് സംഭരിക്കാനും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള സുരക്ഷിത കാർഷികോൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാനും കൃഷിവകുപ്പ് ഹോർട്ടികോർപ്പിന്റെയും VFPCKയുടെയും സഹകരണത്തോടെ 1076 പച്ചക്കറി വിപണികളുമായി വിഷുക്കണി എന്ന പേരിൽ ഏപ്രിൽ 12, 13 തീയതികളിൽ നടത്തുന്നത്. ഇതിൽ കൃഷി വകുപ്പ് 888 വിപണികളും VFPCK 105 വിപണികളും ഹോർട്ടികോർപ്പ് 83 വിപണികളും നടത്തും. വിവിധ കീടങ്ങൾക്കെതിരെയുള്ള നിമവിര കടാവറുകൾ കേരള കാർഷിക സർവകലാശാലയുടെ കണ്ണാറവാഴ ഗവേഷണ കേന്ദ്രം, കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രം എന്നീ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. ഒരു കടാവറിന് 150 രൂപയാണ് വില. മൃഗസംരക്ഷണ വകുപ്പിന്റെ പത്തനംതിട്ട നിരണം ഡക്ക് ഫാമിൽ മുൻകൂർ ബുക്കിംഗ് പ്രകാരം വിഗോവ താറാവൻ കുഞ്ഞുങ്ങൾ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0469 2711 898. നാളികേര വികസന ബോർഡിന്റെ എറണാകുളം നേര്യമംഗലത്തെ തൈ ഉൽപാദന കേന്ദ്രത്തിൽ തെങ്ങിൻ തൈകൾ കർഷകർക്ക് വാങ്ങാം. നെടിയ ഇനങ്ങൾക്ക് 40 രൂപയും കുറിയ ഇനങ്ങൾക്ക് 50 രൂപയും സങ്കര ഇനങ്ങൾക്ക് 200 രൂപയുമാണ് വില. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0485 2554 240. കേരളത്തിലെ ജൈവ കൃഷിയുടെ പ്രോത്സാഹനാർത്ഥം മികച്ച കൃഷിമുറകൾ നടത്തുന്ന കർഷകരുടെ 407 പുതിയ GAP അഥവാ ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ക്ലസ്റ്ററുകൾ രൂപീകരിച്ചു. 15 മുതൽ 25 വരെ ഹെക്ടർ വിസ്തൃതിയുള്ള ക്ലസ്റ്ററുകൾക്ക് ഹെക്ടറിന് 3000 രൂപ വീതം ധനസഹായം നൽകും. മാനദണ്ഡങ്ങൾക്കനുസൃതമായി നല്ല കൃഷിമുറകൾ നടത്തുന്ന ക്ലസ്റ്ററുകൾക്ക് GAP സർട്ടിഫിക്കേഷനും നൽകും. ഏറ്റവും കുറഞ്ഞത് 20 സെന്റ് സ്ഥലമുള്ള ഏത് കർഷകനും 1 ഏക്കർ വിസ്തൃതിയിൽ ചുരുങ്ങിയത് 5 അംഗങ്ങളുള്ള കർഷക കൂട്ടായ്മയ്ക്കും GAP സർട്ടിഫിക്കേഷന് വേണ്ടി കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്യാം. കേരള സർവകലാശാലയുടെ വെച്ചൂർ കാറ്റിൽ കൺസർവേഷൻ പ്രോജക്ട് CASGB മണ്ണൂത്തിയിൽ വെച്ചൂർ കിടാരികൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കിടാരിക്ക് 75,000 രൂപയാണ് വില. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2374 461 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തിരുവനന്തപുരം നെടുമങ്ങാട് സർക്കിളിൽ പ്രത്യേക കന്നുകുട്ടി പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ഷീര കർഷകർക്കുള്ള തീറ്റ വിതരണം നാളെ വേങ്കവിള, പനക്കോട്, കരിപ്പൂര് എന്ന ക്ഷീരസംഘങ്ങളിൽ വിതരണം ചെയ്യുന്നു. എല്ലാ ക്ഷീര കർഷകരും ഈ ദിവസങ്ങളിൽ ഹാജരായി തീറ്റ കൈപ്പറ്റണമെന്ന് പ്രത്യേകം കന്നുകുട്ടി പരിപാലന പദ്ധതി നെടുമങ്ങാട് വെറ്റിനറി സർജൻ അറിയിച്ചു. കറവ പശുക്കൾക്ക് ചൂടിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രായോഗിക മാർഗങ്ങൾ. കറവ പശുക്കൾക്ക് വേനൽക്കാലത്ത് യഥേഷ്ടം ശുദ്ധമായ വെള്ളം കുടിക്കാൻ നൽകണം. തീറ്റ അല്പം വെള്ളത്തിൽ കുഴച്ചും വെള്ളം പ്രത്യേകമായും നൽകണം. വിറ്റാമിൻ എയുടെ ന്യൂനത പരിഹരിക്കാൻ പച്ചപ്പുല്ല് നൽകാം. പച്ചപ്പുല്ല് ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ മീനെണ്ണ ഓരോ ഔൺസ് വീതം ആഴ്ചയിൽ 2 തവണ നൽകണം. പോഷക ന്യൂനത ഒഴിവാക്കാൻ വിറ്റാമിൻ ധാതുലവണ മിശ്രിതം പതിവായി തീറ്റയിൽ ചേർത്ത് നൽകാം. മാടുകൾക്ക് തീറ്റ നൽകുന്നതും മേയാൻ വിടുന്നതും രാവിലെയും വൈകിട്ടുമായി ക്രമീകരിക്കുക. പശുക്കളുടെ ദേഹത്ത് ദിവസേന 3 മുതൽ 4 തവണ വെള്ളം തളിക്കുന്നത് നല്ലതാണ്. തീറ്റയിൽ പതിവായി 30 ഗ്രാം അപ്പക്കാരം ചേർത്ത് നൽകുന്നത് അസിഡോസിസ്, ദഹനക്കേട് എന്നിവ കുറയാൻ സഹായിക്കും. പൂപ്പിലുള്ളതോ പഴകിയതോ ആയ തീറ്റ പശുക്കൾക്ക് നൽകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴുത്തിൽ വായു സഞ്ചാരത്തിനുള്ള സൗകര്യം അത്യാവശ്യമാണ്. തൊഴുത്തിന് മുകളിലായി സ്പ്രിംഗ്ലർ ഘടിപ്പിക്കുന്നതും തൊഴുത്തിനുള്ളിൽ ഫോഗർ സംവിധാനം ഘടിപ്പിക്കുന്നതും പശുക്കളുടെ ശരീരം തണുപ്പിക്കാൻ ഉത്തമമാണ്. ഇതിന് സാഹചര്യമില്ലെങ്കിൽ ഫാൻ, എക്സോസ് ഫാൻ എന്നിവ ഘടിപ്പിക്കാം. കോൺക്രീറ്റ്, ആസ്പെറ്റോസ് എന്നിവയാണ് തൊഴുത്തിന്റെ മേൽക്കൂരയെങ്കിൽ അവ വെള്ള പൂശുകയോ ഓലയോ മറ്റോ അതിനു മുകളിൽ വിരിക്കുകയും ആകാം. വേനൽക്കാലത്ത് ശുദ്ധീകരിച്ച വെള്ളം കുടിക്കാൻ നൽകണം. റബ്ബർ നടുന്നതുമായി പ്രത്യേകം മുന്നൊരുക്കങ്ങളെക്കുറിച്ച് അറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് നാളെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഫെബ ജോസഫ് മറുപടി പറയും. റബ്ബർ ബോർഡിന്റെ വിവിധ പദ്ധതികൾ, സേവനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും കോൾ സെന്ററിൽ നിന്ന് ലഭിക്കും.
സെന്ററിന്റെ പ്രവർത്തന സമയം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. കോൾ സെന്റർ നമ്പർ ഇനി പറയുന്നു: 04812576 ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 13,200 രൂപ, കോഴിക്കോട് 14,400, തൃശൂർ 13,500. കൊപ്ര കൊച്ചി 8,890 രൂപ, കോഴിക്കോട് 9,400, തൃശൂർ 9,125. കുരുമുളക് അൺഗാർബിൾഡ് 57,700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 60,700 രൂപ. ചുക്ക് മീഡിയം 12,250 രൂപ, ചുക്ക് ബെസ്റ്റ് 13,250. മഞ്ഞൾ സേലം 9,200 രൂപ, ഈറോഡിൽ 9,600 രൂപ. അടയ്ക്ക പഴയത് 20,000 രൂപ മുതൽ 21,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 14,100 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 14,700 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 14,100 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 14,800 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 13,200 രൂപ, കൊപ്ര 8,890 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,700 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 57,700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 60,700 രൂപ. ചുക്ക് മീഡിയം 12,250, ചുക്ക് ബെസ്റ്റ് 13,250. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 20,000 രൂപ മുതൽ 21,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225 മുതൽ 350 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 475 മുതൽ 570 രൂപ വരെ. ജാതിപത്രി 500 മുതൽ 650 വരെ. ഗ്രാമ്പു 725 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് ക്വിന്റലിന് 14,300 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 14,700, ഒട്ടുപാൽ 9,600, ലാറ്റക്സ് 9,200 രൂപ. കമ്പോളാവലോകനം. ഹൈറേഞ്ചിൽ നിന്നും സംസ്ഥാനത്തിലെ ഇതര ഭാഗങ്ങളിൽ നിന്നുമുള്ള കുരുമുളക് നീക്കം കുറഞ്ഞു. ചരക്ക് വില ഉയരുമെന്ന പ്രതീക്ഷ ഉൽപ്പാദകരിൽ ഉടലെടുത്തതാണ് ലഭ്യത കുറയാൻ കാരണം. അന്തർ സംസ്ഥാന ഇടപാടുകാരും ചില കയറ്റുമതിക്കാരും ചരക്ക് സംഭരണത്തിന് ഉത്സാഹിച്ചത് അൺഗാർബിൾഡ് കുരുമുളകിന് വില 200 രൂപ ഉയർത്തി. ഷീറ്റ് ക്ഷാമം മൂലം കേരളത്തിലെ മുഖ്യ റബ്ബർ വിപണികൾ നിർജ്ജീവമായി. സ്റ്റോക്കുള്ള റബ്ബറിന് മെച്ചപ്പെട്ട വില ഉറപ്പുവരുത്താനായാൽ വിൽപ്പനയ്ക്കിറക്കാമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം കർഷകർ. 4 ഗ്രേഡ് റബ്ബർ കിലോ 147 രൂപയിലാണ്. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വൻ കുതിച്ചുചാട്ടം. കൊപ്രയുടെ ലഭ്യത കുറഞ്ഞതോടെ മില്ലുകാർ മത്സരിച്ച് ചരക്ക് സംഭരിച്ചത് വ്യാപാര രംഗം ചൂടുപിടിക്കാൻ കാരണമായി. കൊച്ചി, കോഴിക്കോട് വിപണികളിൽ വെളിച്ചെണ്ണയ്ക്ക് 200 രൂപ ഉയർന്നു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 37.2, 27. കൊച്ചി 33.8, 27.3. ആലപ്പുഴ 37.1, 27.8. പുനലൂർ 33, 27.1. തിരുവനന്തപുരം കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.9 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.